Yes, good afternoon, everyone. Welcome to yet another live session from TIJU'S Academy. Yeah, so let's just wait for a couple of seconds so that our viewers can be here with us to see what we are going to present today. All right, good afternoon, everyone. Okay, so as usual, we people are back with yet another live session. So here I welcome everyone to TIJU'S Academy presents Promectic live session. സോ നമ്മൾ പ്രീവിയസ്ലി പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ഒരു ലൈവിൽ നമ്മൾ സംസാരിക്കുക. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ദിസ് ഗോണ ബി ദ പാർട്ട് 10th ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിലെ പാർട്ട് 10 ലൈവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Alright, so without wasting much time, let's just delve into the topic. So the condition that I'm going to discuss in today's class is COPD, that is called chronic obstructive pulmonary disease. Okay, so as everyone knows, COPD, that is chronic obstructive pulmonary disease, that is going to be the disease condition that we are going to discuss in this particular class. So the Promectic MOH had DHA exam point of view will ഒരു chronic respiratory systemത്തിലെ chronic obstructive pulmonary disease എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പറയുന്നത് എല്ലാം അതിൽ എല്ലാ ഡീറ്റെയിലുമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, so as I mentioned, the condition is COPD. ഇനി ആ ഒരു സെയിം കണ്ടീഷനിൽ തന്നെ മറ്റ് രണ്ട് ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് നെയിംസ് ആണ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് COLD. സോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇസ് ഓൾസോ നോൺ ആസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. സോ ഇതിനെ എങ്ങനെയും നമ്മൾ അറിയും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ അറിയാറുണ്ട്. Alright, and the next one is the other name for this particular condition is CAL, that is chronic airflow limitation. ക്രോണിക് എയർ ഫ്ലോ ലിമിറ്റേഷൻ എന്ന് പറയുന്ന പേരിലും ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ എന്താണ് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ്റെ പെത്തോഫിസിയോളജി, ഹൗ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് ബീങ് കണ്ടക്റ്റഡ്, അല്ലെങ്കിൽ ഇസ് ബീങ് സ്പ്രെഡ് ടു ദ പേഷ്യൻറ്റ്, ഓർ വാട്ട് ഇസ് ദ കോസ് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വെൻ ഇറ്റ് കംസ് ടു പെത്തോഫിസിയോളജി ഓഫ് ദിസ് കണ്ടീഷൻ, സോ ദിസ് കണ്ടീഷൻ ഇസ് ബേസിക്കലി എൻ എയർവേ ഒബ്സ്ട്രക്ഷൻ ഡിസീസ്. സോ നമ്മുടെ എയർവേനെ കംപ്ലീറ്റ്ലായിട്ട് ഒബ്സ്ട്രക്റ്റഡ് ആകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുക ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറയുക. എങ്ങനെയാണ് ഈ ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് 2 കോസസ്. ബേസിക്കലി 2 കോസസ് കാരണമാണ് ഈ പറയുന്ന ഒരു പെത്തോഫിസിയോളജി കണ്ടീഷൻ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഈ ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ COPD എന്ന് പറയുന്ന കണ്ടീഷൻ്റെ എയർവേ ഒബ്സ്ട്രക്ഷന് കാരണമാകുന്ന 2 കാരണങ്ങളാണ് ഞാൻ ഈ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫീസമ. ക്രോണിക് ബ്രോങ്കൈറ്റിസ് കൊണ്ടും എംഫീസമ കൊണ്ടിട്ടും എന്താവാറുണ്ട് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. സോ എംഫീസമ എന്ന് പറയുമ്പോൾ ദാറ്റ് is a chronic inflammation. നമ്മുടെ ചെസ്റ്റിൻ്റെ ഓവറായിട്ടുള്ള ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആണ് എംഫീസമ എന്ന് പറയുക. സോ ക്രോണിക് ബ്രോങ്കൈറ്റിസും ക്രോണിക് എംഫീസമ അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ചെസ്റ്റ്, ദീസ് 2 ആർ ദ ബേസിക് കോസസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ. ആൻഡ് ഫൈനലി ദ എയർ ട്രാപ്പിംഗ് വിൽ ബി ഹാപ്പൻ, ആൻഡ് ഫൈനലി അൾട്ടിമേറ്റ്ലി ദർ വിൽ ബി ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ചിൽ എന്തുണ്ടാവുന്നു, ഒരു ഇംപെയർഡ് സിറ്റുവേഷൻ, പ്രോപ്പർ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല, അങ്ങനെ നമ്മുടെ എയർവേ എന്താക്കുന്നു ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു. ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് നോൺ ആസ് COPD, അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരിക. ഓക്കെ, നൗ വി ആർ ഗോണ സീ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കണ്ടീഷൻ. സോ ഈ ഒരു കണ്ടീഷൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോ ഇറ്റ് ഹാസ് എ ലിസ്റ്റ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വിച്ച് യു പീപ്പിൾ ഹാവ് ടു ബൈ ഹാർട്ട് അറ്റ് എനി കോസ്റ്റ്. ഇതിനൊരു ലിസ്റ്റ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് തന്നെയുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് ചെയ്യണം, വിച്ച് വിൽ ഹെൽപ്പ് യു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദേ വിൽ ബി ഗിവിങ് യു എ സിനാരിയോ, ലൈക്ക് ഒരു 69-year-old ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് വന്നു, ആൻഡ് ഹീ എക്സ്പ്രസസ് productive cough, hypoxemia, dyspnea, wheezing, crackles, and these kind of situation. So can you identify what is the exact condition? അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് തന്നിട്ട് നമ്മളോട് എന്ത് പറയും, ഈ കണ്ടീഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. സോ ദാറ്റ്സ് എ പോസിബിൾ ക്വസ്റ്റ്യൻ ദാറ്റ് യു പീപ്പിൾ ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ ഏരിയ. സോ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം.
Okay, the first one is dyspnea. ഏതോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടീഷനാണ് ഡിസ്നിയ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് വീസിങ്. ദ പേഷ്യൻറ്റ് വിൽ ബി എക്സ്പ്രസിങ് വീസിങ് ആൻഡ് ദ വിൽ ബി ക്രാക്കിൾസ് ഹിയറിങ്. ദ ബ്രെത്ത് സൗണ്ട്സ് ഉണ്ടാവും, ക്രാക്കിൾ ബ്രെത്ത് സൗണ്ട്സ് ഉണ്ടായിരിക്കും. വെയിറ്റ് ലോസ് വിൽ ബി ദെയർ ആൻഡ് യൂസ് ഓഫ് ആക്സസറി മസിൽ. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർലൈൻ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് റെഡിങ്കിൽ മാർക്ക് ചെയ്യേണ്ട ഒരു ക്ലിനിക്കൽ ഫീച്ചറുകളിൽ ഒന്നാണ് യൂസ് ഓഫ് ആക്സസറി മസിൽ എന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ബ്രീതിങ്ങിൻ്റെ ചീഫ് മസിൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡയഫ്രം. ബ്രീതിങ്ങിൻ്റെ ചീഫ് മസിൽ എന്ന് പറയുന്നത് എന്താണ്? ഡയഫ്രമാണ്. അപ്പോൾ ഈ ഡയഫ്രം ബ്രീതിങ്ങിൻ്റെ ചീഫ് മസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഫ്രമാണ്. സോ ഡയഫ്രത്തിനെയാണ് മെയിനായിട്ട് ബ്രീതിങ് അല്ലെങ്കിൽ റെസ്പിറേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ റെസ്പിറേഷനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മസിൽ മാത്രമാണ് എന്ത്? ആക്സസറി മസിൽ. സോ വിച്ച് മീൻസ് വി ആർ നോട്ട് സപ്പോസ് ടു ഓവർലോഡ് ദിസ് ആക്സസറി മസിൽ. ആക്സസറി മസിലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർലോഡ് ചെയ്യാൻ പാടില്ല. മെയിനായിട്ടും വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി ഡയഫ്രം. അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് എന്ത്? ആക്സസറി മസിൽസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇഫ് വി സ്റ്റാർട്ട് യൂസിങ് ആക്സസറി മസിൽസ് ബിയോണ്ട് ഇറ്റ്സ് പെർമിറ്റഡ് ലിമിറ്റ്, അതിൻ്റെ പെർമിറ്റഡ് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആക്സസറി മസിൽസിനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ പോസിറ്റീവ് സൈൻ. സോ വിച്ച് ഇസ് എ ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് COPD എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോൾ കാർഡിയാക് ഡിസ്അരിത്മിയാസ് ഉണ്ട്, റെസ്പിറേറ്ററി അസിഡോസിസ് ആയി മാറുന്നു. അതായത് pH ലെവൽ എന്തായി മാറുന്നു? ആസിഡ് ലെവലിലേക്ക് പോകും. pH ലെവൽ താഴുന്നു, അങ്ങനെ അവിടെ ആസിഡ് ലെവലിലേക്ക് പോകുന്നു. സോ അതാണ് റെസ്പിറേറ്ററി അസിഡോസിസ് സിറ്റുവേഷൻ വരും. ഹൈപ്പോക്സീമിയ ഉണ്ട്, ദർ വോണ്ട് ബി സഫിഷ്യൻറ്റ് ഓക്സിജൻ. ഒബ്വിയസ്ലി അവിടെ എന്തില്ല? പ്രോപ്പർ ഓക്സിജൻ, പ്രോപ്പർ ഗ്യാസ് എക്സ്ചേഞ്ച് ഇല്ല. അപ്പോൾ പ്രോപ്പർ ഗ്യാസ് എക്സ്ചേഞ്ച് ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും? ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. സോ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. സോ ദാറ്റ് ഇസ് ഹൈപ്പോക്സീമിയ. ഇനി അടുത്ത കണ്ടീഷനാണ് ഓർത്തോപ്നിയ എന്ന് പറയും. ഓർത്തോപ്നിയ മീൻസ് ഡിഫിക്കൽട്ടി ബ്രീതിങ് വൈൽ ലൈങ് ഫ്ലാറ്റ്. ഈവൻ വെൻ വി ആർ ലൈങ് ഫ്ലാറ്റ്, ഒരു റെസ്റ്റ് സ്റ്റേജിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ നമ്മൾ ലൈൻ ഫ്ലാറ്റ് ആയിരിക്കുമ്പോൾ വരെ നമുക്ക് എന്താ ഉണ്ടാവുന്നു? ഡിഫിക്കൽട്ടി ഇൻ ഇറ്റ്സ് ബ്രീതിങ് ഉണ്ടാവുന്നു. Okay, and another two things that you people have to underline, that is productive cough. ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റീവ് കഫ് ആണ്. സോ ദിസ് ഇസ് ഗോണ ബി ആൻ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചർ ഓഫ് COPD. കാരണം റെസ്പിറേറ്ററി ഡിസീസുകളിൽ വേറൊരെണ്ണമായിട്ടുള്ള ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ ഡ്രൈ കോഫും COPDനെ നമുക്ക് ആസ്മയിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഘടകമാണ്, ഫാക്ടറാണ് എന്ത്? പ്രൊഡക്റ്റീവ് കഫ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഫൈനലി അനദർ ഇമ്പോർട്ടൻറ്റ് വിസിബിൾ ഫീച്ചർ ദാറ്റ് ഇസ് ബാരൽ ചെസ്റ്റ് എന്ന് പറയുന്നത് യു ഹാവ് ടു അണ്ടർലൈൻ ഇൻ റെഡിങ് ബിക്കോസ് ദാറ്റ് ഇസ് ഗോണ ബി ആൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫീച്ചർ. സോ ബാരൽ ചെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ചെസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? വെൻ വി ആർ ഡ്യൂറിങ് റെസ്പിറേഷൻ അത് എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. സോ ഇഫ് ഇറ്റ് ഈസ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ്, ഒരു നോർമൽ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് ചെസ്റ്റ് കാര്യമായി എക്സ്പാൻഡ് ചെയ്ത് ഇതാകുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് സിറ്റുവേഷൻ എന്ന് വിളിക്കും? ബാരൽ ചെസ്റ്റ് സിറ്റുവേഷൻ എന്ന് വിളിക്കും. സോ ബേസിക്കലി ഡിസ്നിയ, വീസിങ്, ക്രാക്കിൾസ്, വെയിറ്റ് ലോസ്, യൂസ് ഓഫ് ആക്സസറി മസിൽസ്, കാർഡിയാക് ഡിസ്അരിത്മിയ, റെസ്പിറേറ്ററി അസിഡോസിസ്, ഹൈപ്പോക്സീമിയ, ഓർത്തോപ്നിയ, productive cough, barrel chest. അങ്ങനെ 11 clinical features are which will help you people to identify the condition called COPD എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത്. സോ ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വി ആർ ഗോണ സീ ദ മാനേജ്മെൻറ്റ്. നമ്മളിതിൻ്റെ മാനേജ്മെൻ്റ് ആണ് നോക്കുന്നത്. സോ ഹൗ ടു മാനേജ് COPD. സോ ഈ മാനേജ്മെൻറ്റിനെ തന്നെ ഞാൻ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഓക്സിജൻ തെറാപ്പി. സോ നമ്മൾ എന്ത് ചെയ്യണം? അവർ ഹൈപ്പോക്സീമിക് സിറ്റുവേഷൻ ഉണ്ട്, ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ലോ കോൺസെൻട്രേഷൻ ഓഫ് O2 via nasal cannula. സോ നേസൽ കാനുല വഴി നമ്മൾ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യണം? അഡ്മിനിസ്റ്റർ ചെയ്യണം. സോ ലോ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോ റേറ്റ് കുറച്ചിട്ട്, സോ അതായത് 1 to 2 ലിറ്റർ പെർ മിനിറ്റിൽ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുക? അഡ്മിനിസ്റ്റർ ചെയ്യുക. ആൻഡ് അവോയ്ഡ് ഹൈപ്പർ ഓക്സിജനേഷൻ. സോ ഹൈപ്പർ ഓക്സിജനേഷൻ ചെയ്യാൻ പാടില്ല, ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിറ്റൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ. സോ ഹൈപ്പർ ഓക്സിജനേറ്റഡ് ഒഴിവാക്കുക. ലോ കോൺസെൻട്രേഷനിൽ ലോ ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഓക്സിജൻ തെറാപ്പി. ആൻഡ് ദ റെസ്പിറേറ്ററി കെയർ ദാറ്റ് വി ആർ സപ്പോസ് ടു പ്രൊവൈഡ് റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. സോ എന്താണ് നമ്മൾ പേഷ്യൻറ്റിന് വേണ്ട
റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി കൊടുക്കുക, എൻകറേജ് ഇഫക്റ്റീവ് കോഫിംഗ് ആൻഡ് ഡീപ്പ് ബ്രീതിങ്ങും ഇഫക്റ്റീവ് കോഫിങ്ങും ഓൾ കൈൻഡ് ഓഫ് റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിന് കൊടുക്കാം. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ദ ഡയറ്റ് ദാറ്റ് വി ആർ സപ്പോസ് ടു പ്രൊവൈഡ്. വി ആർ സപ്പോസ് ടു പ്രൊവൈഡ് എ പേഷ്യൻറ്റ് വിത്ത് COPD വിത്ത് ഹൈ കലോറി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ പ്രൊവൈഡ് എനർജി ഫോർ ബ്രീതിങ്. സോ ബ്രീത് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻറ്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഹൈ കലോറി ഡയറ്റ് കൊടുക്കുന്നത്. സോ ഹൈ കലോറി ഡയറ്റിൻ്റെ കൂടെ തന്നെ വി ആർ പ്രൊവൈഡിങ് ദം ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആസ് വെൽ വിച്ച് വിൽ സ്ട്രെങ്തൻ ദ റെസ്പിറേറ്ററി ആൻഡ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം. പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി ആൻഡ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുമ്പോൾ ഹൈ കലോറി ഡയറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദം വിത്ത് പ്രോപ്പർ എനർജി ഫോർ ദ റെസ്പിറേഷൻ. ഇനി അറ്റ്ലീസ്റ്റ് 3 ലിറ്റർ ഓഫ് ഫ്ലൂയിഡ് പെർ ഡേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, സോ ഇവരുടെ നീസൽ സെക്രീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ലൂസൺ ചെയ്ത് തിന്നാക്കി പ്രോപ്പറായിട്ട് ചുമച്ച് ഒക്കെ പുറത്തേക്ക് കളയാനായിട്ട് നമ്മളതിനെ ഫ്ലൂയിഡ് കൊടുത്ത് എന്ത് ചെയ്യണം, തിന്നിങ് ചെയ്യാണ്. സോ അറ്റ്ലീസ്റ്റ് 3 ലിറ്റർ of fluid per day, high calorie and high protein diet ആണ് നമ്മൾ കൊടുക്കേണ്ടത്. And provide energy for breathing and strengthening immunity. That is what I have mentioned about high calorie and high protein rich diet എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റ് മാനേജ്മെൻറ്റ് മെഡിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ പ്രൊവൈഡ് ദം വിത്ത് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, മ്യൂക്കോലൈറ്റിക്സ്, മ്യൂക്കസ് സെക്രീഷൻ തിന്നിങ്ങിന് വേണ്ടി, ആൻറ്റിബയോട്ടിക്സിന് കൊടുക്കാം. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് കൊടുത്ത് എയർവേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രോങ്കോൾ പാത്തിനെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഫീസിബിൾ ആക്കാനായിട്ട് പറ്റും. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. ദെൻ മ്യൂക്കോലൈറ്റിക്സ് കൊടുക്കാം, തിന്നിങ് ഓഫ് ദ സെക്രീഷൻസിന് വേണ്ടിയിട്ട്. ദെൻ വി ക്യാൻ ഗോ വിത്ത് ദി ആൻറ്റിബയോട്ടിക്സ് ഓൾസോ. സോ ഈ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്താണ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്ലീസ് ഡു കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. യു വിൽ ബി പ്രൊവൈഡിങ് എ പേഷ്യൻറ്റ് വിത്ത് എ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഫസ്റ്റ്. അത് കഴിഞ്ഞാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നത്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെഡിക്കേഷൻ ദാറ്റ് വി ആർ പ്രൊവൈഡിങ്. ദെൻ വെൻ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പേഷ്യൻറ്റ്, യു ഹാവ് ടു അവോയ്ഡ് സ്മോക്കിംഗ്. പേഷ്യൻറ്റിന് എന്ത് ചെയ്യണം, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ഓൾ അലർജൻസും പൊല്യൂട്ടൻസും എല്ലാം എന്ത് ചെയ്തിരിക്കണം, അവോയ്ഡ് ചെയ്യണം. ആൻഡ് ദ പൊസിഷൻ ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ടു എ പേഷ്യൻറ്റ് ദ COPD ഈസ് ട്രൈപോഡ് പൊസിഷൻ വെൻ സിറ്റിംഗ്. സോ പേഷ്യൻറ്റ് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ട്രൈപോഡ് പൊസിഷൻ, അതായത് ഇരുന്നു കൊണ്ട് മുന്നിലേക്ക് ലീൻ ചെയ്ത്, വി ക്യാൻ ഈവൻ ടേക്ക് എ സപ്പോർട്ട് of a table while we are leaning forward. So tripod position കൊടുക്കുക സിറ്റ് ചെയ്യുമ്പോൾ. ഇനി if the patient is lying, we are supposed to provide them with a high Fowler's position. എന്തിനു വേണ്ടിയിട്ടാണ്, to improve the lung expansion and reduce the work of breathing. അവരുടെ ലങ് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ വർക്ക് ഓഫ് ബ്രീതിങ്ങിൻ്റെ വർക്ക് എന്ത് ചെയ്യുക, സ്ട്രെസ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കി അധികം സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ വൈൽ ലൈയിങ് ആൻഡ് ട്രൈപോഡ് പൊസിഷൻ വെൻ സിറ്റിംഗ്. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ് യു പീപ്പിൾ നീഡ് ടു നോട്ട് റിഗാർഡിംഗ് ദ COPD കണ്ടീഷൻ ഫോർ യുവർ അപ്കമിങ് MOH എക്സാമിനേഷൻ. സോ ഒരു MOH Promectic DHA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു COPD എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ മാത്രമാണുള്ളത്. സോ ആൻഡ് ഐ ഹാവ് ഓർഗനൈസ്ഡ് ദി കോണ്ടന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് വിൽ ഹെൽപ്പ് യു പീപ്പിൾ ടു ഈസിലി റീകളക്ട് ഇറ്റ്. Because first we will be learning the name of the condition and its other name. Then we will be learning which are the types and the causes behind it. Then we are moving on with the clinical features. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കും. മാനേജ്മെൻറ്റിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് സബ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഫോർ യുവർ ബെറ്റർ റീകളക്ഷൻ ഫ്രം യുവർ മെമ്മറി. ഓക്സിജൻ തെറാപ്പി, റെസ്പിറേറ്ററി കെയർ, ഡയറ്റ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, മെഡിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ, പൊസിഷനിങ്, ഇങ്ങനത്തെ മാനേജ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾ ഐ വാണ്ടഡ് ടു സേ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്ലാസ് റിഗാർഡിംഗ് ദി റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷൻസ് ചാപ്റ്ററിലെ COPD എന്ന് പറയുന്ന ഡിസീസിനെ പറ്റി. സോ ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ ഫൈൻഡ് ദിസ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ എക്സാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളിവിടെ നോട്ട്സ് സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾക്ക് ഓഫ്ലൈനിലാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ ഫൈൻഡ് ഇറ്റ് ബെനിഫിഷ്യൽ. സോ അതുകൊണ്ട് തന്നെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള യെറ്റ് another information that I want to share with you people is regarding the currently running
price of our MOH Promectic course. So if you want to learn the online course, so online നിങ്ങൾക്ക് Promectic പഠിക്കണമെങ്കിൽ so അതിൻ്റെ ഫീസ് 17,700 എന്ന് പറയുന്ന കോസ്റ്റിൽ നിന്ന് നമ്മൾ reduce ചെയ്ത് we have reduced that into 14,160 എന്ന് പറയുന്ന കോഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. So that is the online price payment for this particular course. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മളുടെ അടുത്ത് വന്ന് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ you can opt for Tiruvalla offline classes which is provided here in Tiruvalla branchil offline classes നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ക്ലാസ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഈവനിങ് 5 o'clock വരെയാണ്. സോ ആ ഒരു ക്ലാസ് ഡ്യൂറേഷൻ വിതിൻ 15 വർക്കിംഗ് ഡേയ്സ് 15 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മൾ എൻറ്റയർ പോർഷൻ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് കോഴ്സ് ഫീ വിച്ച് ഇസ് എക്സാക്ട്ലി 15,930 ഹാസ് ബീൻ റെഡ്യൂസ് ടു 12,980. അപ്പോൾ ഇന്ന് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ഓഫർ പ്രൈസാണ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ പ്രൈസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. 14,160 ദാറ്റ് ഇസ് ഫോർ ദി ഓൺലൈൻ course, and if you want to study offline in a face-to-face manner, the course is 12,980. So I hope this will also help you people. So if you want to join, please do contact us in the below mentioned number. So because this is going to be the last part. So ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫേഴ്സ് ആണ് ഇത്, ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ പ്രൈസിങ്ങും പറഞ്ഞിരിക്കുന്നത്. So hope you people will make use of it, and if you want to join, just ping to this particular number and we are ready to serve you people. So thank you so much everyone for patiently listening to this particular live session, and I'll be meeting you people very soon with yet another live session in the upcoming week. So thank you so much, and this is Aishwarya as always signing off from TIJU'S Academy, and I wish you people a good day ahead. So thank you everyone.